മഹാഭാരതം വെറുമൊരു കഥയല്ലാത്തത്രയും വലുതും സങ്കീർണവുമായ ഒരു കഥ. ജീവിതത്തെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണിത്. നീതിമാനായ യുധിഷ്ഠിരൻ മുതൽ ധീരനായ അർജുനൻ, നിഗൂഢനായ കൃഷ്ണൻ വരെ ഈ ഇതിഹാസം നമ്മെ ചിന്തിപ്പിക്കുന്നു. യഥാർത്ഥ നായകൻ ആരായിരുന്നു? ധർമ്മത്തിന്റെ മൂർത്തീഭാവമായ യുധിഷ്ഠിരൻ എന്ത് വില കൊടുത്തും തന്റെ തത്വങ്ങൾക്കൊപ്പം നിന്നതാണോ അത്? അതോ തന്റെ കാലത്തെ ഏറ്റവും വലിയ യോദ്ധാവായ അർജുനന്റെ വീര്യം യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിട്ടതാണോ? അതോ എല്ലാവരെയും നയിച്ചിട്ടും തനിക്കായി ഒന്നും അവകാശപ്പെടാതിരുന്ന ദിവ്യതന്ത്രജ്ഞനായ കൃഷ്ണനാണോ അത്? യുധിഷ്ഠിരൻ, മൂത്ത പാണ്ഡവൻ, പലപ്പോഴും ധർമ്മരാജാവ് എന്ന് വിളിക്കപ്പെടുന്നു. സത്യത്തോടും നീതിയോടുമുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത പ്രചോദനാത്മകമാണ്. പക്ഷേ ധർമ്മത്തോടുള്ള അദ്ദേഹത്തിന്റെ പറ്റിനിൽപ്പ് എല്ലായ്പ്പോഴും വീരോചിതമായിരുന്നില്ല, അല്ലേ? ഇതാണ് വിരോധാഭാസം. യുധിഷ്ഠിരൻ നീതിമാനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ വളരെയധികം കഷ്ടപ്പാടുകൾക്ക് കാരണമായി. അപ്പോൾ അദ്ദേഹത്തിന്റെ കർക്കശമായ ധാർമ്മിക നിയമങ്ങൾ അദ്ദേഹത്തിന്റെ ശക്തിയാണോ അതോ പോരായ്മയാണോ? പിന്നെ അർജുനനുണ്ട്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ആത്യന്തികമായ ധാർമ്മിക പ്രതിസന്ധി നേരിട്ട യോദ്ധാവ്, അന്വേഷകൻ. അർജുനന് വൈദഗ്ധ്യവും ധൈര്യവും ദേവന്മാരുടെ അനുഗ്രഹവും ഉണ്ടായിരുന്നു. എന്നാൽ സംശയിച്ചപ്പോഴാണ് അവന്റെ യഥാർത്ഥ വീരത്വം ഉണ്ടായത്. അതേ, സംശയിച്ചു. കാരണം യുദ്ധക്കളത്തിൽ ആശയക്കുഴപ്പത്തിന്റെ ആ നിമിഷത്തിലാണ് കൃഷ്ണൻ ഭഗവത്ഗീത അവതരിപ്പിച്ചത്, കാലത്തിനതീതമായ ഒരു സന്ദേശം. ഇപ്പോൾ കൃഷ്ണൻ, അദ്ദേഹം വെറുമൊരു വഴികാട്ടിയായിരുന്നോ അതോ എല്ലാത്തിനും പിന്നിലെ സൂത്രധാരനായിരുന്നോ? അദ്ദേഹം സംഭവങ്ങൾ ആസൂത്രണം ചെയ്തു, സൂക്ഷ്മമായി വിധികളെ രൂപപ്പെടുത്തി. അദ്ദേഹം ധർമ്മമോ കർമ്മമോ കൊണ്ട് ബന്ധിതനായിരുന്നില്ല, പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം നിർവചിച്ചു, എത്ര പാരമ്പര്യേതരമാണെങ്കിലും. കൃഷ്ണന്റെ വീരത്വം അവന്റെ നിസ്സംഗതയിലാണ് കുടികൊള്ളുന്നത്. തന്റെ പ്രവൃത്തികളുടെ ഫലം ഒരിക്കലും അവകാശപ്പെടാത്ത പരമമായ കർത്താവ് അദ്ദേഹമായിരുന്നു. എല്ലാം ഒരുമിച്ച് നിർത്തുന്ന പശയായിരുന്നു അദ്ദേഹം. അപ്പോൾ ആരാണ് നായകൻ? യുധിഷ്ഠിരന്റെ ഉറച്ച ധർമ്മമോ, അർജുനന്റെ വീരത്വവും മനുഷ്യത്വമോ, അതോ കൃഷ്ണന്റെ ദിവ്യജ്ഞാനമോ? കാര്യം ഇതാണ്, വീരത്വം ഏകമാനമല്ലെന്ന് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോരുത്തരും മഹത്തായ ഒരു പ്രപഞ്ച നാടകത്തിൽ അവരവരുടെ പങ്ക് വഹിച്ചു. ആദർശങ്ങളുടെ വില യുധിഷ്ഠിരൻ നമുക്ക് കാണിച്ചു തന്നു. സംശയത്തിന്റെയും സമർപ്പണത്തിന്റെയും ശക്തി അർജുനൻ നമുക്ക് പഠിപ്പിച്ചു. പിന്നെ കൃഷ്ണനോ? ജീവിതം സന്തുലിതാവസ്ഥയെക്കുറിച്ചാണെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. പ്രവൃത്തിയും വേർപിരിയലും, കടമയും സ്വാതന്ത്ര്യവും. പറയൂ, മഹാഭാരതത്തിലെ യഥാർത്ഥ നായകൻ ആരാണെന്ന് നിങ്ങൾ കരുതുന്നു? യുധിഷ്ഠിരനോ, അർജുനനോ അതോ കൃഷ്ണനോ? നമുക്ക് ഇത് ഒരുമിച്ച് കമന്റുകളിൽ വിശദീകരിക്കാം.